നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള സെമിഫൈനലിൽ സഞ്ജു സാംസന്റെ ഒറ്റയാൾ പ്രകടനത്തിന് മുന്നിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. ടൂർണമെൻറ്റിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാന തുരുപ്പിച്ചിട്ട അഭിഷേക് ശർമ്മയായിരുന്നു. ഓപ്പണിങ്ങിൽ ഇറങ്ങി ചെറിയ പന്തിൽ കൂടുതൽ റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയുടെ വിജയത്തിൽ പങ്കാളിയാവുന്ന അഭിഷേക് ശർമ്മ ലോകകപ്പിൽ ഇന്ത്യയുടെ റൺവേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു. എന്നാൽ ലോകകപ്പ് തുടങ്ങിയത് മുതൽ അഭിഷേക് ശർമ്മ 3 മത്സരങ്ങളിൽ ഡെക്കായാണ് മടങ്ങിയത്. ഹീറോയിൽ നിന്ന് സീറോയിലേക്കാണ് ലോകകപ്പിൽ അഭിഷേക് ശർമ്മ പോയത്. സഞ്ജു ഹീറോ ആയി ഉയർന്നപ്പോൾ അഭിഷേക് സീറോയിലേക്ക് പതിച്ചു. അഭിഷേകിന് എന്താണ് പറ്റിയത്? ഇടംകൈ ബാറ്റർമാർക്കെതിരെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിക്കുക എന്ന തന്ത്രം ഇംഗ്ലണ്ട് പയറ്റി. പവർ പ്ലേയിൽ തന്നെ വിൽ ജേക്സിനെ പന്തേൽപ്പിച്ച ജോസ് ബട്ട്ലറുടെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു അഭിഷേകിൻ്റെ പുറത്താകൽ. ടൂർണമെൻറ്റിലുടനീളം ഓഫ് സ്പിന്നർമാർക്ക് മുന്നിൽ പതറുന്ന അഭിഷേകിൻ്റെ ദൗർബല്യം സെമിയിലും ഇന്ത്യക്ക് വിനയായി. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങളിൽ നിന്ന് അഭിഷേക് ഓഫ് സ്പിന്നർമാരെ നേരിട്ടത് 29 പന്തുകളാണ്. അതിൽ നിന്നും 27 റൺസ് മാത്രമാണ് അഭിഷേക് നേടിയത്. 3 തവണയും പുറത്തായത് ഓഫ് സ്പിന്നേഴ്സിൻ്റെ കൈകൊണ്ട് തന്നെ. സ്ട്രൈക്ക് റേറ്റ് കാട്ടെ 107.40. ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ് അഭിഷേകിൻ്റെ ഓഫ് സ്പിൻ നേരിടാനുള്ള പേടി. ഈ ലോകകപ്പിൽ അഭിഷേക് ശർമ്മയുടെ പ്രകടനം തിരിച്ചും നിരാശാജനകമാണ്. 7 മത്സരങ്ങളിൽ നിന്ന് വെറും 14.16 റൺ ശരാശരിയിൽ 85 റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത്. സൂപ്പർ 8-ൽ സിംബാബ്വെക്കെതിരെ നേടിയ അർദ്ധ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മത്സരങ്ങളിലും അഭിഷേക് പരാജയപ്പെട്ടു. അമേരിക്ക, പാകിസ്ഥാൻ, നെതർലാൻഡ്സ് എന്നിവയ്ക്കെതിരായ മത്സരങ്ങളിൽ 0-ന് പുറത്തായ താരം സെമി ഫൈനലിൽ നിർണായക ഘട്ടത്തിലും ഇന്ത്യക്ക് തിരിച്ചടിയാവുകയായിരുന്നു. റിങ്കു സിംഗിനെ പോലുള്ള ഫിനിഷർമാരെ പുറത്തിരുത്തി അഭിഷേകിനെ ഓപ്പണിങ്ങിൽ പരീക്ഷിച്ച ടീം മാനേജ്മെൻറ്റ് തീരുമാനത്തിനെതിരെ ഇപ്പോൾ വിമർശനം ശക്തമാവുകയാണ്. ഇന്ത്യയെ കരകയറ്റാൻ ഇനി സഞ്ജു സാംസണിലും മധ്യനിരയിലുമാണ് ആരാധകരുടെ പ്രതീക്ഷ. അടുത്ത ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമാണ്. ഇത്രയും കളിയിൽ തിളങ്ങാതെ പോയ അഭിഷേകിനെ ഫൈനലിൽ ഇന്ത്യ ഇറക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.